ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പാസ്ത അഥവാ നമ്മുടെ മക്രോണി നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാം. ഇതിനായിട്ട് ആദ്യം ചിക്കൻ ചെറിയ പീസുകളാക്കി മുറിച്ചതിന് ശേഷം നമുക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് വെളിച്ചെണ്ണയിൽ ഇതേപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ഒരു ശകലം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം നമ്മുടെ മക്രോണി ഇതിലേക്ക് ഇട്ട് ഒരു 10-12 മിനിറ്റ് വരെ നമുക്ക് വേവിച്ചിട്ടെടുക്കാം. ഇനി ഒരു പാനിലേക്ക് ബട്ടറോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒഴിച്ചതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള, ക്യാരറ്റും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും കട്ട് ചെയ്ത ഇഞ്ചിയും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. ചെറുതായി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ക്യാപ്സിക്കം കൂടെ ചേർത്ത് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഇനി മുളക് പൊടി, ഗരം മസാല കൂടെ ചേർത്തിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഒരു ശകലം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പാസ്തയും കൂടെ ഇതിനകത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇതേപോലത്തെ അടിപൊളി വീഡിയോസ് കാണാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വായോ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്